മാർക്കറ്റിംഗ് സർവൈവൽ സീരീസ് പാർട്ട് 38. ക്ലയന്റുമായിട്ട് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാവണം. നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല, അത് ഡോക്യുമെന്റേഷൻ ചെയ്തിരിക്കണം. ഡോക്യുമെന്റ് ആക്കി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് മാറും. മനസ്സിലായോ? അതുകൂടൊന്ന് ചെയ്താലോ, അല്ലെങ്കിൽ ഇതുകൂടൊന്ന് ചെയ്താലോ, ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് അവർ വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോ പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഇനിഷ്യലി തന്നെ ഡോക്യുമെന്റേഷൻ ചെയ്തു, നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതല്ല നമ്മൾ വേറൊന്നും ചെയ്യില്ല എന്നുള്ളതിന്റെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്താണ് അപ്രൂവലും കിട്ടിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ പറയുന്ന ഓരോ ടാസ്കിനും നമുക്ക് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ അതൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം. സോ നിങ്ങളൊരു ക്ലയന്റുമായിട്ടൊരു വർക്കിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതിനുള്ള പേയ്മെന്റ് ആണ് നമ്മൾ മേടിക്കുന്നത്. അത് കൊട്ടേഷൻ കൊടുത്ത് പേയ്മെന്റ് മേടിച്ചിട്ടുണ്ടാവണം. വേറെ എന്ത് ടാസ്ക് വന്നാലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് പേയ്മെന്റ് മേടിക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് തന്നെ. ഓക്കെ, താങ്ക് യു.